ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കാരക്കൊഴുക്കട്ടയുടെ റെസിപ്പിയായിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ഒക്കെ ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് കാരക്കൊഴുക്കട്ട. ആവിയിൽ വേവിച്ചെടുക്കുന്ന പലഹാരം ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി ഞാൻ 2 ഗ്ലാസ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് എടുത്തിരിക്കുന്നതാണിത്. കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കേണ്ട. ഈ ഒരു വെള്ളം തന്നെ മതിയാവും. നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഞാൻ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനി അരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കൊരു ചെറിയ സ്പൂണ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ചെറിയ സ്പൂണ് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം, എല്ലാം ചെറിയ സ്പൂണ് മതി കേട്ടോ, ഒരു 1/4 സ്പൂണ് എല്ലാം, അതാണ് അതിൻ്റെ അളവ്. 1 സ്പൂൺ ചെറിയ ജീരകമാണ്. ജീരകമൊന്നും കൂടിപ്പോവരുത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനൊരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണെങ്കിൽ പച്ചമുളകൊക്കെ നോക്കിയിട്ട് എടുക്കണം. എരിവിനാവശ്യമായിട്ടുള്ളത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു ചെറിയ സവാള വേണമെങ്കിൽ അരിഞ്ഞിടാം കേട്ടോ. ഞാനിതിൽ ചേർക്കുന്നില്ല. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ. അതില്ലെങ്കിലും നമ്മുടെ കൊഴുക്കട്ട രസം ഉണ്ടാവും. അതിട്ടാലും നല്ലതാണ്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പച്ചരി അരച്ച് വെച്ചിരിക്കുന്നില്ല, അത് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അരപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് എടുക്കണം. ജാറിലുള്ള ഇതൊക്കെ ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കണം. അതും കൂടി ഒഴിച്ചിട്ട് കൊടുത്താൽ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ടെടുക്കാം. ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട പിടിക്കും. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് ഉരുട്ടാൻ പാകത്തിനാവണം. ഈ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇതായി വെള്ളം വറ്റിക്കോളും. ഇതുപോലെ വെള്ളം ഏകദേശം വറ്റി വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് ഉരുട്ടാൻ പാകത്തിനാകുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. തണുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഞാൻ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ ആവരുത്. അതിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ തടവിയിട്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ എടുത്തിട്ട് ഉരുട്ടുമ്പോൾ നന്നായിട്ട് ഉരുട്ടാൻ കഴിയണം കേട്ടോ. ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ കൊഴുക്കട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പെല്ലാം എല്ലായിടത്തും പിടിച്ചിനോ നോക്കണം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം കുഴച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി കയ്യിൽ അല്പം വെളിച്ചെണ്ണ തടവിയിട്ട് നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് ഉരുളകളാക്കുകയോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കുന്നത്. ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കുന്നത്. നമുക്കത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം ഈ ഷേപ്പിൽ ആക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. ഇതുപോലെ ഞാനെല്ലാം ഈ ഷേപ്പിൽ ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും കൊഴുക്കട്ടയാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു അളവിലെടുത്താൽ ഇത്രയും കൊഴുക്കട്ടയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റീം ചെയ്യുന്ന പാത്രമാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലൊരു തട്ട് വെച്ച് കൊടുക്കാം. ഇതിൽ കുറച്ചൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ആയിരിക്കും കേട്ടോ. എല്ലാം നമുക്ക് വെച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ. നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ആവിയിൽ വെന്ത് വരുന്നപ്പോഴേക്ക് നമുക്ക് ഈ കാരക്കൊഴുക്കട്ടയ്ക്ക് ചേർന്ന ഒരു കാര ചട്നി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ കാര ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കാരക്കൊഴുക്കട്ടയ്ക്കുള്ള കാര ചട്നി നമുക്ക് ഉണ്ടാക്കാം. ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലൊരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 മീഡിയം സൈസ് തക്കാളി ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ഒരു മീഡിയം സൈസ് തന്നെ ഒരു വലിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വറ്റൽ മുളക് ഒരു 5-6 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. ഇത് അരച്ചെടുക്കാൻ നമ്മുടെ തക്കാളിയിൽ നിന്ന് തന്നെ വരുന്ന വെള്ളം മതിയാവും. നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കാര ചട്നിക്ക്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കടുകൊക്കെ താളിച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ പണി. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കടുകൊക്കെ താളിച്ച് കൊടുക്കാം. അതിനായി ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 വറ്റൽ മുളക് കീറിയിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് നമ്മുടെ കാര ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാര ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ കൊഴുക്കട്ട റെഡിയായോ നോക്കാം. ഞാനൊരു 20 മിനിറ്റ് ആയപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കാരക്കൊഴുക്കട്ട അത് നമുക്ക് നന്നായിട്ട് വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഈർക്കിളോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കണ്ടോ, ഇതാ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. കാര ചട്നിയും കാരക്കൊഴുക്കട്ടയും ഒക്കെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ ഞാൻ കാരക്കൊഴുക്കട്ട നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് കേട്ടോ. ഇത് കുട്ടികൾക്കൊക്കെ സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കൊടുക്കാൻ പറ്റും. ടിഫിനിലും കൊടുത്തു വിടാൻ പറ്റും. പിന്നെ നമ്മുടെ കാര ചട്നി, ഇതാ ഈ ഒരു ചട്നിയുടെ കൂടെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ കാര ചട്നി. കണ്ടോ, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആവിയിൽ വേവിച്ചെടുക്കുന്നതായതുകൊണ്ട് ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ കാരക്കൊഴുക്കട്ട കാര ചട്നി. നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, ഒന്ന് കട്ട് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കണ്ടോ, താങ്ക്സ് ഫോർ വാച്ചിങ്.